ഇന്ന് ഞാൻ രാത്രിയിലത്തെ ഭക്ഷണം പുട്ടും ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കണമെന്ന് കണ്ടാലോ. കഴുകി വൃത്തിയാക്കിയിട്ട് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായ സവാള, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, പെരുംജീരകം, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പുറത്ത് നല്ല മഴ കേട്ടോ, അതുകൊണ്ട് മഴയുടെ ശബ്ദം കേൾക്കുന്നുണ്ടോയെന്നറിയില്ല. പിന്നെ നമ്മൾ ഗ്യാസ് ഓണാക്കിയിട്ട് നമ്മൾ പാത്രം അടുപ്പത്ത് വെക്കുന്നുണ്ട്. നമ്മൾ നോർമൽ ചിക്കൻ കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. സ്പെഷ്യലൊന്നുമല്ല, എല്ലാവരും ഉണ്ടാക്കുന്ന പോലത്തെ നോർമൽ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പാത്രം ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, പെരുംജീരകം, ആ സാധനങ്ങൾ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എണ്ണയിലേക്ക് ഇട്ടു. അതൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ, ചെറുതായി പെരുംജീരകമൊക്കെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ അത് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് സാധനങ്ങളൊക്കെ കരിഞ്ഞു പോകും. അത് കുറച്ച് വെച്ചിട്ട് അതൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും സവാള വഴറ്റാൻ വേണ്ടി ഇട്ട് കൊടുക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. നിങ്ങളങ്ങനെ ചെയ്യാറുണ്ടോ? ഉപ്പിട്ട് കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ എളുപ്പമാണെന്ന് പറയും. അതിനായി ഞാൻ കുറച്ച് പൊടിയുപ്പാട്ടോ ചേർത്ത് കൊടുക്കണേ. കുറച്ച് പൊടിയുപ്പ് ഈ സവാളയ്ക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചിക്കനൊക്കെ ഇട്ട് കഴിയുമ്പോൾ പിന്നെ അതിലേക്കൊക്കെ ആവശ്യമായ ഉപ്പ് വേറെ ചേർത്ത് കൊടുത്താൽ മതി. നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേണമെങ്കിൽ അടച്ച് വെക്കാം കേട്ടോ. അത് അടച്ച് വെച്ചാൽ പെട്ടെന്ന് മൂത്ത് കിട്ടുമെന്ന് പറയും. അത് അവിടെ ഇരുന്ന് റെഡി ആവട്ടെ. അപ്പോഴേക്ക് ഞാൻ ചിക്കനിൽ പാരാൻ ആവശ്യമായ വെള്ളം ചൂടാക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ തിളപ്പിച്ച വെള്ളം, ചൂടുള്ള വെള്ളം പാർന്നാൽ മതി. പച്ചവെള്ളം പാരാൻ പാടില്ല. അതിലേക്ക് ചിക്കൻ ഇടുമ്പോഴേക്ക് ആവശ്യമായ മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ അധികം എടുത്തേണ്ട കാശ്മീരി ചില്ലി കേട്ടോ, ഒക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളി കുറച്ച് മൂത്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു. ഈ നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ പെട്ടെന്ന് അത് ആയി കിട്ടും. നല്ല ഇളക്കി കഴിഞ്ഞിട്ടൊന്ന് അടച്ച് വെച്ച് തുറന്നപ്പോൾ കുറച്ച് റെഡിയാവും. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമ്മളത് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. ഇപ്പം നല്ല ഫ്ലെയിം കൂട്ടി വെക്കാൻ പാടില്ല, ഒരു ഏവറേജ് അല്ലേ വെക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലാണ്ട് കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ അതിലേക്ക് തക്കാളി ചേർത്ത് അത് നല്ലോണം തക്കാളിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ കുറവാണ് തോന്നിയപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മളത് നല്ല ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പിന്നെ ഇതിലേക്കൊക്കെ ചേർക്കേണ്ടത് പൊടികളാട്ടോ. ഇതിലേക്ക് ഇടാനുള്ള പൊടികൾ ആദ്യം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി വല്ലാണ്ട് അധികം ആവണ്ട. അധികമായി കഴിഞ്ഞാൽ അതിലത്തെ മഞ്ഞൾ ചുവയ്ക്കും ചിക്കൻ കറി. അപ്പോൾ കുറച്ച് അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തു. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മുളക് പൊടി, കാശ്മീരി ചില്ലി, ഇത് 3 ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് നമ്മൾ മെല്ലെ അത് സിമ്മാക്കി വെച്ചിട്ട് നല്ലോണം അത് മൂക്കട്ടെ. കരിഞ്ഞു പോകാൻ പാടില്ല. അത് മൂത്തതിന് ശേഷം പിന്നെ കുറച്ച് ചിക്കൻ മസാല, കുരുമുളക് പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതധികം മൂക്കണം എന്നില്ല, ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുത്താൽ മതി കേട്ടോ. അത് മിക്സായതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ കറിയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ തിളപ്പിച്ച വെള്ളം അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അധികം കറിയുടെ ആവശ്യമില്ലെങ്കിൽ ഈ ചിക്കൻ അങ്ങനെ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ അടച്ച് വെച്ചാൽ ചിക്കൻ തന്നെ കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ പിന്നെ വേറെ വെള്ളം പാരേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് പിന്നെ അവസാനം അത് വേകുമ്പോഴേക്കും നല്ല വരണ്ട് നല്ല റെഡിയായി കിട്ടും. ഇത് ചിക്കൻ കറി, പുട്ട് കഴിക്കാൻ ചിക്കൻ കറി വേണ്ടതുകൊണ്ട് ഞാൻ കുറച്ച് തിളപ്പിച്ച വെള്ളം പാർന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പൊക്കെ ആഡ് ചെയ്ത് നല്ല മിക്സാക്കി വെള്ളം പാർന്ന് നല്ലോണം അടച്ച് വെച്ചിരുന്നു. ചിക്കൻ നല്ലോണം തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി അത് അവിടെ ഇരുന്നൊന്ന് സെറ്റ് ആവട്ടെ, ഒന്ന് തിളയ്ക്കട്ടെ. അപ്പോഴേക്ക് നമുക്ക് ഈ ചിക്കൻ കറിയിൽ വറുത്തിടാൻ ആവശ്യമായിട്ടുള്ള ഉള്ളി, ചെറിയ ഉള്ളി ഒക്കെ റെഡിയാക്കി എടുക്കാം.
അതിന് വേണ്ടി ചെറിയ ഉള്ളി ഇട്ട് വെച്ചിട്ടുണ്ട്. അതിന് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെക്കാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ട മസാല കമ്മി ഉണ്ടെങ്കിൽ എന്തെങ്കിലും പൊടികൾ കമ്മി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഉപ്പ് കമ്മിയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. എനിക്ക് കുറച്ച് മസാല കമ്മി തോന്നിയിട്ടോ, അപ്പോൾ ഞാൻ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ആവശ്യത്തിനുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുത്തു. നല്ലോണം ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം നമ്മളൊന്നുകൂടി അടച്ച് വയ്ക്കുക. ചിക്കനൊക്കെ ഏകദേശമൊക്കെ വെന്ത് കഴിഞ്ഞിരുന്നു കേട്ടോ. ഇപ്പോൾ റെഡിയാവാൻ ആയി. ചിക്കനൊക്കെ വെന്ത് റെഡിയായി. അവസാനം ഇതിൽ ചേർക്കുന്നത് കുറച്ച് ഗരം മസാല. അധികം ആവാൻ പാടില്ല, ഗരം മസാലയ്ക്ക് ഒരു കുത്ത് വരും അധികം ഉണ്ടെങ്കിൽ. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു. വേണമെങ്കിലല്ല ഇതിൽ മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് കറിവേപ്പില മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് ഉള്ളിയായിട്ട് വറുത്തിടാം. അതിന് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ പാർന്ന് കൊടുക്കുന്നുണ്ട്. കറി നല്ല ആവശ്യമുള്ളവർക്ക് കുറച്ചധികം കൂടി വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കറിയാക്കാം കേട്ടോ ചിക്കൻ കറി. അതിലേക്ക് അരിഞ്ഞു വയ്ക്കാൻ ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തു. ഇനി ഉള്ളി നല്ലോണം ഒന്ന് മൂക്കട്ടെ. കരിഞ്ഞു പോകാണ്ട് നോക്കണം. ഉള്ളി നല്ലോണം മൂത്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു. ഇനി നല്ലോണം ഇളക്കി മിക്സാക്കി നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്ത് ചിക്കൻ കറി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ച് വെച്ച് ഒന്ന് സെറ്റാവട്ടെ. അരമണിക്കൂർ ഇരുന്നാൽ നല്ല സെറ്റാവും കേട്ടോ. ഈ മസാലയൊക്കെ പിടിക്കും. അപ്പോൾ പുട്ടും ചിക്കൻ കറിയും റെഡി. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.